ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം കോട്ടക് ബാങ്ക് നമ്മുടെ റീസെന്റ് നമ്മുടെ മിന്ത്ര കോട്ടക് ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്, അതായത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി നമുക്ക് ഇനി മിന്ത്ര കാർഡ് ഉള്ളവർക്ക് അതിന് പകരം വേറെ കാർഡ് വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇൻബോക്സ് വീഡിയോ ഒക്കെ പണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ എന്താ പറയുക കോട്ടക്കിൻ്റെ മിന്ത്ര ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് റെഗുലർ യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ ചുമ്മാ വീഡിയോ പർപ്പസിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു തന്നെയാണ്. മിന്ത്ര എന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് 7%, 7.5% ഇത്ര സംതിങ് ആയിരുന്നു ക്യാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു, കാർഡൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു. അപ്പോൾ അതിന് പകരം നമുക്ക് പുതിയ കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് വന്നേക്കുന്ന കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ ലീഗ് ക്രെഡിറ്റ് കാർഡാണ്. കണ്ടോ, ഇതാണ് നമുക്ക് പകരം വന്നേക്കുന്ന കോട്ടക്കിൻ്റെ ലീഗ് ക്രെഡിറ്റ് കാർഡ്. അതേ സെയിം ലിമിറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പാക്കേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. ഇങ്ങനത്തെ ഒരു പാക്കേജിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കിൻ്റെ ലീഗ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പറയാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഞാൻ വെൽക്കം ലെറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതിന് ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് ജോയിൻ ഫീസും മാനുവൽ ഫീസും 490 രൂപ പ്ലസ് GST ആയിട്ട് വരുന്ന ഒരു കാർഡാണ്. നമുക്ക് വെൽക്കം പേയ്മെന്റ് ആയിട്ട് 500 റിവാർഡ് പോയിന്റ് ആണ് വർത്ത് ₹500 നമുക്ക് കിട്ടുന്നത്. മൂവി ഡൈനിങ് ബെനിഫിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ 8x റിവാർഡ് പോയിന്റ് ഫോർ എവരി ₹150 സ്പെൻഡ് ഓൺ സ്പെഷ്യൽ കാറ്റഗറി ആൻഡ് 4x റിവാർഡ് പോയിന്റ് ഓൺ എവരി ₹150 സ്പെൻഡ് ഓൺ അതർ കാറ്റഗറി അപ് ടു 2 lakhs ആണ്. പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് റിവാർഡ് റിഡംഷൻ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അവരുടെ എന്താ കോട്ടക്കിൻ്റെ റിവാർഡ് പോർട്ടലിൽ പോയിട്ട് വേണമെങ്കിൽ ഈ പോയിന്റ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. ട്രാവൽ ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫീസും ചാർജുകളും നമ്മൾ ഓൾറെഡി പറഞ്ഞു. 3.5% ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.75%. 1% ഫ്യൂവൽ സർചാർജ് വേവ് ഓഫും വരുന്നുണ്ട്. 500-ന്റെയും 4,000-ന്റെ ഇടയിൽ അടിക്കുമ്പോൾ കേട്ടോ. ക്യാഷ് അഡ്വാൻസ് ചാർജ്, അതായത് ATM ഉപയോഗിക്കുമ്പോൾ 2% അല്ലെങ്കിൽ മിനിമം 500 രൂപ വരും കേട്ടോ. എന്താ പറയുക സ്പെൻഡ് ബേസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് 50,000 രൂപ നമ്മൾ ആനുവലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേവ് ഓഫ് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടക്കിൻ്റെ നോർമൽ. ഇത് സാധാരണ പണ്ട് തൊട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വെൽക്കം ലെറ്റർ കാർഡൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു പാക്കേജിലാണ് വരിക. ഇവരുടെ ഒരു കളർ പാക്കേജിങ് തന്നെയാണ് നമ്മുടെ ഇതിലുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മറ്റേ സംഭവം മാത്രം കാണിച്ചത്. എൻ്റെ ഇത് സ്പീഡ് പോസ്റ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ടൈം കൊടുത്തു വരാൻ. എനിക്ക് ലിമിറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പണ്ട് ലിമിറ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് ഇൻക്രീസ് ഒന്നും ആയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് 2 സെപ്പറേറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത്. എൻ്റെ കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡും ഉണ്ട്, കോട്ടക്കിൻ്റെ PVR കാർഡും ഉണ്ട്. ഇത് ആക്ച്വലി സെപ്പറേറ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് ആക്ച്വലി 2 കസ്റ്റമർ ID ഉണ്ട്. ഒരെണ്ണം ബിസിനസ് അക്കൗണ്ടും പറഞ്ഞ അതുകൊണ്ടാണ് വരുന്നത്. എന്തായാലും നോർമൽ അല്ലാത്ത പക്ഷം ഇത് ആക്ച്വലി നമുക്ക് സെപ്പറേറ്റ് ലിമിറ്റ് അല്ല കിട്ടുക, എല്ലാം ഷെയർ ലിമിറ്റ് തന്നെ കിട്ടുക കേട്ടോ. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പൊത്തി പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം. CRN നമ്പറും പൊത്തി പിടിക്കാം. ഇതാണ് നമുക്ക് ലിമിറ്റും കാർഡിലൊക്കെ കിട്ടിക്കുന്നത്, ഈ കാർഡിൽ കിട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ 97,000 ആണ് നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിക്കുന്നത്. ക്യാഷ് ലിമിറ്റ് കിട്ടിക്കുന്നത് 19,400 ആണ് കേട്ടോ. ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു QR കോഡും അവർ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കാൻ ദ QR കോഡ് വിത്ത് യുവർ ഫോൺ ടു ആക്ടിവേറ്റ് യുവർ കാർഡ്, നെവർ ഷെയർ കാർഡ് ഡീറ്റെയിൽസ്. നമുക്ക് സംഭവം തന്നെ വേറെ മറ്റ് പരിപാടികളും സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആക്ച്വലി നമ്മുടെ കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവർ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ നമുക്ക് 8 റിവാർഡ് പോയിന്റ്സ് ഓൺ എവരി ₹150 സ്പെൻഡ് ആണ്. അപ്ലിക്കബിൾ ഓൺ സെലക്ടഡ് സ്പെൻഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏൺ റിവാർഡ്സ് ഓൺ കംപ്ലീറ്റിംഗ് ദ മൈൽ സ്റ്റോൺ ട്വൈസ് എ ഇയർ. പിന്നെ ഫ്യൂവൽ സർചാർജ് വേ ഓഫ്. അത്രയേ ഉള്ളൂ, വേറെ സംഭവമൊന്നും കൊടുത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ആക്ച്വലി കോട്ടക്കിൻ്റെ ഒരു ബേസിക് കാർഡാണ്, ഒരു എൻട്രി ലെവൽ കാർഡാണ്, പണ്ട് തൊട്ടുള്ള ഒരു കാർഡാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്രണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽസ് ഇത് വിസ വേരിയൻ്റിലാണ് നമുക്ക് കിട്ടിക്കുന്നത്. വിസ പ്ലാറ്റിനം കാർഡിലാണ് കിട്ടിക്കുന്നത്. ഇതിൽ ഓൾറെഡി കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിൽ കാർഡിൽ റൂപ്പേ വേരിയൻ്റ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഓൾറെഡി ഏതെങ്കിലും ഒരു കാർഡ് മതിയല്ലോ. നിങ്ങൾക്കിതിൽ നമ്മുടെ എന്താ പറയുക വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയട്ടെ. ഞാൻ ആക്ച്വലി എന്താ പറയുക ഒരു ലൈറ്റാണ് വെച്ചിട്ടുള്ളൂ. നമ്മുടെ പോക്കറ്റ് ത്രീകൾ ഞാൻ എടുക്കണം. മൂടലൊന്നും തോന്നുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലെൻസ് ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ എന്തോ മൂടൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഇത് നമ്മുടെ തലേനെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് AC ഡയറക്റ്റ് അടിച്ചിട്ടാന്ന് തോന്നുന്നു കേട്ടോ. അതുതന്നെ ആയിരിക്കും AC നമുക്ക് ഇതിൻ്റെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടാവും, അതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാൻ പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കൗണ്ടർ പോകുന്നതാണ്. അടുത്ത വീഡിയോ കാണാം.